ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും തിരിച്ച് വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വളരെ കിടക്കാൻ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ സിമ്പിളായിട്ട് എങ്ങനെ നമ്മളെ മൊബൈലിൽ നമ്മൾ സാധാരണ എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യാറുള്ള ആൾക്കാരാണ്. സോ നമ്മളെ ലാപ്ടോപ്പും മിക്ക ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ ലാപ്ടോപ്പ് ഉണ്ട്. സോ എല്ലാവർക്കും ലാപ്ടോപ്പിലും വാട്സപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന വാട്സപ്പ് തന്നെ നമ്മളെ ലാപ്ടോപ്പിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. വിത്ത് നമുക്ക് അതിനകത്തുനിന്ന് വീഡിയോസ് കാണാം, മെസ്സേജസ് അയക്കാം, വോയിസ് റെക്കോർഡിങ് അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതിന് മുമ്പേ ഇപ്പോൾ തന്നെ നിങ്ങൾ പുതിയതായിട്ട് ചാനലാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് മറക്കണ്ട. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എനിവേസ് വിളിക്കിടക്കും. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ആദ്യമേ തന്നെ നമ്മൾ ലാപ്ടോപ്പിൽ പോയിട്ട് ഇതിന് ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട്. സോ ലാപ്ടോപ്പിൽ പോയിട്ട് ജസ്റ്റ് നമ്മളെ ബ്രൗസർ അല്ലെങ്കിൽ നമ്മളെ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഓണാക്കിയിട്ട് ജസ്റ്റ് അതിനകത്ത് വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുക. സോ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. വാട്സപ്പ് വെബ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യമേ വരുന്ന ഈ സൈറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓണാക്കുക. ഇത് ഓണാക്കുമ്പോൾ നമുക്ക് സൈഡിൽ ഒരു QR കോഡ് ഇതുപോലെ കാണിക്കും. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഫോൺ എടുക്കുക. നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മളെ ഫോണിലെ വാട്സപ്പ് തുറക്കുക. സോ നിങ്ങളുടെ അക്കൗണ്ട് ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ കണ്ടിരിക്കണം. സോ നിങ്ങളുടെ ഫോണിലെ അക്കൗണ്ട് തുറന്നതിന് ശേഷം ജസ്റ്റ് നമുക്ക് 3 ഡോട്ട് മേളിൽ ഇവിടെ കാണും. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് താഴെ നമുക്ക് ലിങ്ക് ഡിവൈസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ലിങ്ക് ഡിവൈസസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. സോ ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ സംഭവങ്ങൾ വരും. സോ ഇവിടെ നമ്മളെല്ലാം അലൗ ചെയ്ത് കൊടുക്കണം, സെറ്റിങ്സിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ. സോ ഇത് അലൗ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ QR കോഡ് നമ്മൾ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ മാത്രം മതി. ഡയറക്റ്റ് നമ്മളുടെ വാട്സപ്പ് വെബ് നമ്മളെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഓണായി കിട്ടുന്നതായിരിക്കും. സോ അടിപൊളിയായിട്ടൊരു സംഭവമാണ്. സോ ഇതിൽ കൂടെ നമുക്ക് ഡയറക്റ്റ് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു വെരിഫൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്കാൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്ത് തുടങ്ങുക. സോ ഇത്ര മാത്രമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, സോ എനിവേസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.